അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് STM-F1 സീരീസ് ഐസികളുടെ കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു LED ഫെയ്ഡിങ് എഫക്റ്റ്, അപ്പോൾ അതെങ്ങനെയാണ് കൊണ്ടുവന്നേക്കുന്നത് ഞാൻ കൃത്യമായിട്ടൊരു ഇമേജ് ആക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ക്ലോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആ പറഞ്ഞതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നുള്ളൂ. ക്ലോക്ക് സെറ്റപ്പ് ചെയ്തു, അതായത് നമ്മുടെ പുറത്തുള്ള എക്സ്റ്റേണൽ ക്ലോക്ക് ചെയ്തു. പിന്നെ ലേറ്റൻസിയുടെ കാര്യം പറഞ്ഞ് ലേറ്റൻസി ചെയ്തു. പിന്നെ PLL കോൺഫിഗർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ PLL നമ്മുടെ സിസ്റ്റം ക്ലോക്കായിട്ട് എനേബിൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ടൈമർ 2 എനേബിൾ ചെയ്തു. അത് കഴിഞ്ഞ് ടൈമറിൻ്റെ ഫ്രീ സ്കെയിലുകൾ കാര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഓരോ ലൈനായിട്ട് പറഞ്ഞ് തീരത്തില്ല, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ IOയുടെ ക്ലോക്ക് എനേബിൾ ചെയ്തു, നമ്മുടെ PBയുടെ. കാരണം ഈ പിന്നെന്ന് പറയുന്നത് PB2 ആണ്. PB2ൽ ഞാൻ ഹാർഡ്വെയർ PWM അല്ല, സോഫ്റ്റ്വെയർ PWM ആണ്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫെയ്ഡിങ്ങിൻ്റെ വയലിനകത്ത് ഫെയ്ഡ് ഇന്നും കൊടുത്തിട്ടുണ്ട്, ഫെയ്ഡ് ഔട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഏത് പിന്നിനകത്താണ്, നമ്മുടെ STMൽ ഏത് പിന്നിലും ഇത് വർക്ക് ചെയ്യും. കാരണം അതൊരു ഹാർഡ്വെയർ PWM അല്ല, അത് സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ്. അപ്പം STM-F1 സീരീസിലുള്ള ICയിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഫെയ്ഡ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ടൊന്ന് അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വർക്ക് ചെയ്തോ, എന്തൊക്കെയാണ് സംശയമുണ്ടോ, അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരും ഒന്നും മിണ്ടുന്നില്ല, ഇത് വെറുതെ കാണുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്യുക കേട്ടോ. ഒരു റെസ്പോൺസ് ഉണ്ടെങ്കിലാണ് നമുക്കിത് ചെയ്യാനുള്ളൊരു ത്വര ഉണ്ടാവുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും കമൻറ്റോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.